പെൺകുട്ടികൾ സാരി ഉടുക്കുന്നതാ ഇഷ്ടം. അതാണ് എപ്പോഴും ഒരു ഭംഗി. സമയം വൈകിക്കണോ? പോയിട്ട് വാ. അമ്മേ, ഒരു ടെൻഷനും വേണ്ട. ഇരുട്ടുന്നതിന് മുമ്പ് വർഷ കൃത്യമായിട്ട് തിരിച്ചെത്തിച്ചിരിക്കും. ശരി. അങ്കിളിനും ആന്റിക്കും സന്തോഷം നിറഞ്ഞ ഔട്ടിംഗ് ട്രിപ്പ് ആശംസകൾ. താങ്ക് യു മോനെ. ഓക്കെ, ശരി. ഓക്കെ, ബൈ. വാ. ചെല്ല്. വരൂ. ബൈ. മോനെ, ഇവളാണോ നീ സ്നേഹിക്കുന്ന പെൺകുട്ടി? അതെ. ഏതാ ഇവള്? ഇവൾക്ക് വേറെ ആരെയും കിട്ടിയില്ലേ പ്രേമിക്കാൻ? തറവാടിന്റെ സ്വൈരം നശിപ്പിച്ച നീ അടങ്ങോളോ? അച്ഛനെ കൊണ്ട് കൊലക്കത്തി എടുപ്പിക്കുമല്ലേ നീ? അവളെ കുറിച്ച് ഓർക്കുക പോലും ഇല്ലെന്ന് എന്റെ തലയെ തൊട്ട് സത്യം ചെയ്തത് നീ മറന്നോ? ആ സത്യത്തിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ലേ നീ? വിലയൊക്കെ പക്ഷേ അവളെക്കുറിച്ച് ഓർക്കുക പോലും ചെയ്യില്ലെന്നുള്ള സത്യം അതേപടി പാലിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ ഓർമ്മശക്തി പൂർണ്ണമായി നശിച്ചിരിക്കണം. എന്താ, മുത്തശ്ശനെ പോലെ ഓർമ്മ നശിച്ച് ജീവചവമായിട്ടിരിക്കുന്ന ശ്യാം എന്നൊരു ജന്മം കൂടി ഈ തറവാടിനുണ്ടാവണം. അമ്മേ, ക്ഷമിക്കണോ അമ്മേ. അവളെക്കുറിച്ച് ബോധപൂർവ്വം ഓർക്കുന്നതല്ല, മനസ്സിന്റെ പ്രേരണ മൂലം അറിയാതെ ഓർത്തു പോകുന്നതാ. ഇനി ഓർക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കാം. അങ്ങനെ അമ്മയ്ക്ക് നൽകിയ സത്യം ഞാൻ പാലിക്കാം. അമ്മ സമാധാനിക്കേ. മോനെ, എന്റെ മോന്റെ ഇഷ്ടങ്ങൾക്ക് ഈ അമ്മ ഒട്ടും എതിർക്കില്ല. പക്ഷേ അച്ഛന്റെ എതിർപ്പിനെതിരെ അമ്മയ്ക്ക് മിണ്ടാട്ടമില്ല, അല്ലേ? എനിക്കെല്ലാം അറിയാമേ. എനിക്ക് വേണ്ടി ജീവിച്ച അമ്മയെ ഞാൻ ഒരിക്കലും സങ്കടപ്പെടുത്തില്ല. ഞാൻ അവളെ മറക്കാം. പോരെ? മതി, അത് മതി. അമ്മയ്ക്ക് ആശ്വാസമായി. നിന്നെപ്പോലെ തന്നെ നല്ലൊരാളെ ആ വർഷ കല്യാണം കഴിക്കാൻ പോകുന്നത്. എന്റെ മോൻ ഒരു പെണ്ണിന്റെയും ഭാവി ജീവിതം തകർത്തില്ലല്ലോ. എല്ലാം നല്ലതിനാണെന്ന് കരുതണം. ആകാശവും മേഘവും സഖി നാം എന്ന പോൽ ചേർന്നിതാ. സിനിമ കാണാനാണെങ്കിൽ തിയേറ്ററിൽ പോയ പോരെ? എന്തിനാ കാറിലുള്ള ഈ യാത്ര? റൊമാൻറ്റിക്കായ വർഷമൊന്നും പറയുന്നില്ല. എന്ത് പറയണമെന്ന് എനിക്കും അറിയില്ല. എനിക്ക് പിന്നെ റൊമാൻറ്റിക് സീനുകൾ എങ്ങനെ കാണാന്ന് കരുതി.
അല്ല, വർഷയ്ക്ക് ബോറടിക്കുന്നെങ്കിൽ ഓഫ് ചെയ്യാം. മായുന്നൊരാ ഞാൻ വർഷയ്ക്കൊരു സർപ്രൈസ് തരാൻ പോവാ. എന്ത് സർപ്രൈസ്? പറയാം. പറയേ. അതാ ഇനെങ്ങ് പറയാൻ പറ്റില്ല. ആദ്യം വർഷയുടെ കണ്ണുകൾ ഞാൻ മൂടിക്കെട്ടാൻ പോവാ. കണ്ണുകൾ മൂടിക്കെട്ടാനോ? എന്തിന്? എന്താ, വർഷയ്ക്ക് പേടിയുണ്ടോ? പേടിയുണ്ടെങ്കിൽ കൂടെ ഇറങ്ങി വരില്ലല്ലോ. അപ്പൊ പേടിയില്ലെന്ന് സാരം. നമ്മൾ ഒന്നാകാൻ പോകുന്നവരാ. അധികം വൈകാതെ ഭാര്യ ഭർത്താക്കന്മാരെ ജീവിക്കേണ്ടവർ. പൂർണ്ണ വിശ്വാസത്തോടെയാണല്ലോ എന്നോടൊപ്പം വന്നത്. അപ്പൊ പിന്നെ കണ്ണടച്ചാലെന്താ? എത്രയിടാ? 150. ആരാ? ഞാൻ രാജീവ് സാറിന്റെ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നത് സ്റ്റാഫാ. എന്താ വേണ്ടത്? എനിക്ക് ദീമോളി ഒന്ന് കാണണം. ദീമോൾക്കൊരു സമ്മാനം കൊടുക്കാനാണ് വന്നത്. കുട്ടിക്ക് സമ്മാനം കൊടുത്തിട്ട് ഞാൻ ഉടനെ പോയിക്കോളാം. അനുവാദമില്ലാതെ ആരെയും അകത്തേക്ക് കടത്തിവിടരുതെന്ന് സുഷമ മാഡം കർശനമായി വിലക്കിയിരിക്കുക. എനിക്ക് രാകേഷ് സാഗറിനെ നന്നായിട്ട് അറിയാം. ആയിക്കോട്ടെ, പക്ഷെ ഇപ്പൊ ആരെയും കാണാൻ പറ്റില്ല. എനിക്ക് ദീമോളെ മാത്രം ഒന്ന് കണ്ടാൽ മതി. കണ്ട ഉടനെ ഞാൻ തിരിച്ചു പൊക്കോളാം. ശരി, ഞാനൊന്ന് വിളിച്ചു ചോദിക്കട്ടെ. ശരി, എനിക്കുള്ള വിശ്വാസത്തിന്റെ സിമ്പൽ. കണ്ണുകൾ കെട്ടുകയാണെങ്കിൽ കെട്ടിക്കോ. ഹലോ മാഡം, കുട്ടിയെ കാണാൻ ഒരു സ്ത്രീ വന്നിട്ടുണ്ട്. സ്ത്രീയോ? അതെ മാഡം, രാജീവ് സാറിന്റെ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്ന ആളാന്നാ പറഞ്ഞത്. എന്താ അവളുടെ പേര്? പേര് എന്താ നിങ്ങളുടെ പേര്? വന്ദനം. എനിക്ക് പേടിയാവുന്നു. എന്തിനാ ഇതൊക്കെ? സർപ്രൈസ് ആണെന്ന് പറഞ്ഞതല്ലേ വർഷേ. വേണോ ഇതൊക്കെ? സ്വന്തം ജീവിതം തന്നെ എനിക്ക് സമർപ്പിക്കാൻ തീരുമാനിച്ച വർഷയ്ക്ക് എന്നോട് ഇത്ര പോലും വിശ്വാസമില്ലേ? പ്രണയത്തിന്റെ ഭാഗമായി സർപ്രൈസുകൾ ഇഷ്ടപ്പെടുന്നവളല്ലേ വർഷ. ഇത്തരം സർപ്രൈസുകൾ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ റൊമാൻറ്റിക് ആവാൻ കഴിയും? ഞാൻ ഒട്ടും റൊമാൻറ്റിക്കല്ലെന്ന് വർഷ പരാതി പറഞ്ഞതോ? ഇപ്പോ വർഷ ഒട്ടും റൊമാൻറ്റിക്കല്ലെന്ന് തെളിയിക്കുകയാണോ? ഞാൻ റൊമാൻറ്റിക്കാ. എന്റെ കണ്ണുകളെ കെട്ടിക്കോ. ഇനി എന്റെ അനുവാദമില്ലാതെ കർച്ചീഫ് അഴിക്കുകയോ കണ്ണുകൾ തുറക്കുകയോ ചെയ്യരുത്. ഓക്കെ, സമ്മതിച്ചു. പെർഫ്യൂം ആണല്ലോ. ഇതെന്ത് പെർഫ്യൂമാ? എന്റെ കമ്പനി പുതുതായി ഇറക്കാൻ പോകുന്ന പ്രോഡക്റ്റാ. എങ്ങനെയുണ്ട്? നല്ല മണം. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു പ്രത്യേക സുഗന്ധം. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ആകർഷകമായ ഗന്ധം ഉണ്ടാവും. എന്നാ നമുക്ക് പോവാം.
മാഡം, ഒരു വന്ദന. അവളോ? എന്താടോ, കണ്ണി കണ്ടോൾമാർക്കൊക്കെ കേറി വരാനുള്ളതാണോ രാജീവിന്റെ ബംഗ്ലാവ്? ദിയമോളെ കാണണമെന്ന് പറഞ്ഞപ്പോ ദിയമോളെ കാണണം പോലും. അവളെ ഈ പരിസരത്ത് അടുപ്പിച്ചു പോകരുത്, തല്ലി ഓടിക്കണോ. നിങ്ങളെ കയറ്റി വിടരുന്ന മാഡം കർശനമായി പറഞ്ഞിരിക്കുക. ഇവിടെ നിൽക്കരുത്, വേഗം പൊയ്ക്കോ. നിങ്ങളോട് പോകാനല്ലേ പറഞ്ഞത്? പോയിക്കോളാം. ക്ഷേത്രത്തിലെ പ്രസാദ് എന്റെ കയ്യിലുണ്ട്. ഇത് കുട്ടിക്ക് കൊടുക്കാനാ വന്നത്. കയറ്റി വിടണ്ട. ഈ പ്രസാദ് ഒന്ന് കുട്ടിക്ക് കൊടുത്താ മതി. അങ്ങനെ ഒരു സഹായം ചെയ്തൂടെ? പറ്റില്ല. മാഡം ആകെ കല്ലുതുള്ളി നിൽക്കുക. ദേവി അത് എന്റെ ജോലി തെറിപ്പിക്കരുത്. നിങ്ങളൊന്ന് പോണം. അത് അതെ, അല്ല ഇതാര്? നിക്ക് കുട്ടി, കുട്ടി ഒന്ന് നിക്ക്. എന്താടോ? അല്ല, കുട്ടി എന്താ ഇവിടെ? എന്റെ പേര് കുട്ടി എന്നല്ല. അറിയാം. അല്ലേലും ഈ കുട്ടി വിളിയിൽ ഒരു സുഖമില്ല. പേര് പറഞ്ഞിരുന്നെങ്കിൽ ഇനി മുതൽ അത് വിളിക്കായിരുന്നു. അങ്ങനെ വഴിയിൽ കണ്ടവരോടൊന്നും ഞാൻ പേര് പറയാറില്ല. അതിന് ഞാൻ വഴി കണ്ടവനല്ലല്ലോ. നമ്മൾ ഇതിനു മുമ്പും പലയിടത്തും പലവട്ടം കണ്ടിട്ടുള്ളതല്ലേ. ഞാൻ ജഗൻ. താൻ ആരെങ്കിലും ആവട്ടെ, എനിക്കെന്ത് വേണം? അയ്യോ കുട്ടി, ഞാൻ അങ്ങനെ ഗുണ്ടായിസും പൂവല പണിയും നിർത്തിയിട്ട് വല്ല പണിയും ചെയ്ത് ജീവിക്കടോ. അയ്യോ കുട്ടി, ഞാൻ കുട്ടി വിചാരിക്കുന്ന പോലെ ഒരാളല്ല. കുട്ടി എന്നെ ഒന്ന് മനസ്സിലാക്ക്. ഞാൻ പരമാവധി മറ്റുള്ളവരെ സഹായിക്കാൻ നോക്കുന്ന ഒരാളാ. കുട്ടി എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. തന്റെ പരസഹായം ഞാൻ കാണുന്നത് തന്നെയാണല്ലോ. ഇതല്ലേ തന്റെ പരസഹായം? അയ്യോ അങ്ങനൊന്നുമല്ല. ചില സന്ദർഭങ്ങളിൽ ചിലപ്പോ കയ്യാങ്കളി വേണ്ടി വന്ന് പോകുന്നതാ. അല്ലാതെ ഒരിക്കലും ഞാൻ ആരുടെയും മെക്കിട്ട് കയറാറില്ല. ആരെങ്കിലും എന്നോട് സഹായം ചോദിച്ചാൽ ജെന്യൂൻ ആണെങ്കിൽ ഞാൻ അത് ചെയ്തു കൊടുക്കുകയും ചെയ്യും. അതിന് കാശ് വാങ്ങിയിട്ടായിരിക്കും അല്ലേ? അയ്യോ അല്ല, ഫ്രീ, തികച്ചും ഫ്രീ. ഈ സോഷ്യൽ വർക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും സഹായം ചെയ്തു കൊടുക്കും. ഇപ്പോ ഉദാഹരണത്തിന് കുട്ടിക്കൊരു ആവശ്യം ഉണ്ടെന്ന് വെക്കുക, ഞാൻ ചെയ്തു തന്നിരിക്കും. എനിക്ക് തന്റെ സഹായമൊന്നും വേണ്ട. ആ പറച്ചിൽ തന്നെ ഉണ്ടല്ലോ എന്തോ ഒരു ആവശ്യം ഉണ്ടെന്ന്. പറ, എന്താ വേണ്ടത്? ഒന്നും വേണ്ട. ദേ, ഇപ്പൊ കുട്ടിയുടെ മുഖം കണ്ടാൽ അറിയാം കുട്ടിക്ക് എന്തോ ഒരു സങ്കടം ഉണ്ടെന്ന്. അതെന്തായാലും എന്നോട് പറ, ഞാൻ സഹായിക്കാം. തൽക്കാലം താനൊന്ന് പോയി തന്നാ അതിന് വലിയ സഹായമായിരിക്കും. എന്നാ ശരി, വിട്ടേക്ക്.
അമ്മയ്ക്ക് ഞങ്ങൾ ഫോൺ ചെയ്തിരുന്നു. ശ്യാമിന്റെ കോളേജിലെ കൂട്ടുകാരാ. ഞാൻ മിഥുൻ. ശ്യാമും ഒരു പെണ്ണും തമ്മിൽ അടുപ്പമുണ്ടെന്ന കാര്യം ആരും അറിയരുതെന്ന് ഇവരോട് എങ്ങനെയാ ഒന്ന് അവതരിപ്പിക്കുക? അതെങ്ങാനും ഇവിടെ ഒരാൾ അറിഞ്ഞ അമ്മ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. ഞങ്ങൾക്ക് ശ്യാമിനെ ഒന്ന് കാണണം. കുറച്ചു ദിവസമായില്ലേ അവൻ കോളേജിലോട്ട് വന്നിട്ട്. അവന്റെ കാര്യം അമ്മയോട് ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ. അതൊക്കെ മറക്കാനും അവനെ ഒന്ന് നേരിൽ കണ്ട് സംസാരിച്ച് സമാധാനിപ്പിക്കാനാ ഞങ്ങൾ വന്നത്. അതിപ്പോ അതിന് വേണ്ടുന്ന സൗകര്യങ്ങളെല്ലാം ചെയ്തുതരാം. എന്താ? ഓ, സ്വന്തം വീട് പോലെ കരുതിയാ മതി. ശരിയെങ്കിൽ ശ്യാമിന്റെ വീട്ടിൽ ശ്യാമിനോടൊപ്പമാണെന്ന് പറഞ്ഞാൽ ഞങ്ങളെ വീട്ടുകാർക്കും സന്തോഷമായിരിക്കും അല്ലടാ? ആ പിന്നെ ആ സംഗീതേ, ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്ക്. കുടിക്കാൻ മാത്രം ആക്കണ്ട, കഴിക്കാൻ എന്തെങ്കിലും എടുത്തോ. നല്ല വിശപ്പുണ്ട്. ശരിപ്പൂടാ. നല്ല സ്മാർട്ട് പയ്യന്മാരാ അല്ലേ? ശ്യാം പഠിപ്പിൽ ഉഴപ്പുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. ഇതിപ്പോ കൂട്ടുകാരൊപ്പം ഉണ്ടെങ്കിൽ നന്നായിട്ട് കമ്പൈൻ സ്റ്റഡി നടക്കും. അപ്പൊ നീ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം കേട്ടോ. ഓക്കെ. ശ്യാമിന്റെ പ്രേമക്കാര്യം വല്ലതും അറിഞ്ഞ ഈശ്വര, എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. ആ എന്റെ സഹായം സ്വീകരിക്കുന്നില്ലെങ്കിൽ വേണ്ട. കുട്ടിയുടെ പേരെന്ന് പറഞ്ഞൂടെ? എന്തിന്? അല്ല, ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോ വിളിക്കാനാ. വേണ്ട. അങ്ങനെയാണെങ്കിൽ എന്റെ മൊബൈൽ നമ്പർ നോട്ട് ചെയ്തോളൂ. എന്ത് സഹായത്തിനും എപ്പോ വേണമെങ്കിലും എന്നെ വിളിക്കാം. മൈ ഫോൺ നമ്പർ ഈസ്. വേണ്ട. ഒന്ന് വരൂ. എന്നെയാണോ? തന്നെ തന്നെ. എന്താ? താൻ സഹായിക്കാന്നല്ലേ പറഞ്ഞത്? അതെ. എനിക്കിതാ ആ വളവിൽ കാണുന്ന വീടില്ലേ, എടോ അങ്ങോട്ടൊന്ന് നോക്ക്. അതെ, റോസ്വില്ല. അത് തന്നെ. അവിടുത്തെ സെക്യൂരിറ്റി അറിയാതെ എനിക്ക് ആ വീടിനകത്തൊന്ന് കയറണം. എന്താ താൻ വിചാരിച്ചത് പറ്റുമോ? അല്ല, നേരത്തെ തട്ടിവിടുന്നുണ്ടായിരുന്നല്ലോ. എന്ത് വിചാരിച്ചാലും നടക്കുന്നു. നടക്കും. പക്ഷേ ഒരു വീട്ടിനകത്ത് സെക്യൂരിറ്റി അറിയാതെ കയറണമെന്നൊക്കെ പറഞ്ഞാ അല്ല, നടക്കും കുട്ടി. കാര്യമായിട്ടാണോ പറഞ്ഞേ? അതെ. എന്നൊരു കാര്യം ചെയ്യും, കുട്ടി എന്റെ ബൈക്കിൽ കയറ. എന്തോ? അല്ല, എന്റെ ബൈക്കിലൊന്ന് കയറാൻ. അതെ, അതൊക്കെ തന്നെ മനസ്സിൽ വെച്ചാ മതി. തനിക്ക് തെറ്റി. താൻ കരുതുന്ന പോലൊരു പെണ്ണല്ല ഞാൻ. ശരി, എന്നാ കുട്ടി ഇവിടെ നിൽക്കി. ഞാനേ എന്താണ് മാർഗം ഒന്ന് നോക്കിയിട്ട് വരാം. ഞാനിപ്പോ വരാം. വെയിറ്റ് ചെയ്യണേ.
ആന്റിക്ക് ഇനി ഇയാളുടെ ശല്യം ഉണ്ടാവില്ല. രക്ഷപ്പെട്ടു.